धर्माय तुष्टये पूषण्ये कर्षे यमः सूर्यप्राजापत्य व्यूहयस्मिन् समूह तेजो यत्ते रूपं कल्याणतमं तत्ते पश्यामि युवता वसुपुरुषः सोऽहमस्मि वायुर्यममुदमतेजं तस्मान्तं शरीरं ॐ क्रतो स्मर कृतं स्मर क्रतो स्मर कृतं स्मर अग्नेय सुमसाराय अस्मान् विश्वानि देव वयुनानि विद्वान् योऽध्यस्मञ्चुतुराणमेनो भूयिष्ठां ते नमः विद्धिदेम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्ति। सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति।
ഈശാവാസ്യോപനിഷത്ത് പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന കാലത്ത് നമ്മളെല്ലാവരും സംശയം കൊണ്ടുമ്പോൾ രണ്ടാമത്തെ മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും മനസ്സിലായില്ല. ഒരു ദിവസത്തെ ക്ലാസ് മുഴുവൻ എടുത്താൽ ഒരു മണ്ഡലം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാലും മനസ്സിലായില്ല. മൂലവും തർജ്ജിമയും തമ്മിൽ ഒത്തുപോകുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഏതായാലും വാക്കുകൊണ്ട് എന്നെക്കൊണ്ട് പറയാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു. ഇനിയും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് മനസ്സിലാക്കാനുള്ള പക്വത ആയില്ലായിരിക്കും. ഇന്ന് ഇവിടെ ചൊല്ലിയ തൈത്തിരീയോപനിഷത്തിൽ ഗുരുവും അച്ഛനുമായ വരുണൻ്റെ അടുത്ത് പോയി ബ്രഹ്മരഹസ്യം പറഞ്ഞിരുന്നത് ശകലമെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ തപസ് ചെയ്ത് പോയി ബ്രഹ്മരഹസ്യമാണ്. അവൻ തപസ് ചെയ്തു. അതുപോലെ അവിടെ ബ്രഹ്മരഹസ്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, കർമ്മരഹസ്യത്തിൻ്റെ കാര്യം. കർമ്മരഹസ്യം മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകത്തക്കവെന്നുള്ള തപസ്സായില്ല എന്നർത്ഥം. ഇതിൽ പോയി തപസ് ചെയ്ത് ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നതുമാതിരി തപസാ ബ്രഹ്മവിജ്ഞാസസ്വ, തപസ് ചെയ്ത് നീ ബ്രഹ്മത്തെ അറിയുക എന്ന് പറയുന്നത് പോലെ തപസാ കർമ്മ വിജിജ്ഞാസസ്വ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പിന്നെ ഇതിന് ഇങ്ങനെയുള്ള തപസ്സിന് വേണ്ടി ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗിക്കാം. നമ്മൾക്ക് മനസ്സിലാകുന്ന യുക്തി വെച്ചും കൊണ്ട് യുക്തി ഒന്നും യുക്തിസഹമാകുന്നില്ല എന്നാണ് വരാറ്. നമ്മുടെ യുക്തി വളർന്നില്ലായിരിക്കാം. പലയാതി യുക്തികളുണ്ട്.
ലോജിക്കൽ യുക്തി, ന്യായയുക്തി മാത്രമല്ല ഉള്ളു, പല യുക്തികളുമുണ്ട്. അറ്റത്തെ യുക്തി വരെ, യോഗയുക്തി വരെ ഉണ്ട്. അതൊക്കെ എന്നോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള ന്യായയുക്തിക്ക് ഇത് ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച ന്യായയുക്തി മാത്രമായിരിക്കില്ല ഇതിൽ പ്രയോഗിക്കേണ്ടതെന്ന് ഇത് തീരുമാനിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പറയാനുള്ളത് തപസ കർമ്മ വിജിജ്ഞാസസ്വം മാത്രമാണ്. എന്നെ കൊണ്ട് പറയാനൊപ്പം എൻ്റെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സഹായത്തിന് വേണ്ടി കർമ്മരഹസ്യമായതുകൊണ്ട് ഭഗവത്ഗീതയിൽ കർമ്മയോഗം ഒന്നാമത്തെ രണ്ടെണ്ണം പ്രയോജനപ്പെടുത്തിയാൽ കുറച്ചുകൂടി സഹായകമായിരിക്കും എന്നൊക്കെ എനിക്ക് പറയാനുണ്ട്. അവൻ അന്നമുള്ളവനും അന്നത്തെ തിന്നുന്നവനുമായിരിക്കും, സമ്പത്തുള്ളവനായി തീരുന്നതാണ്. അന്നമുള്ളവനെന്ന് വെച്ചാൽ അന്നം കൈവശമാണ്. അന്നാഥൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്നം കൈവശം ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തിന്നാൻ കഴിയണമെന്നില്ല. പിന്നെ രോഗിയായി കിടപ്പായിപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇരിപ്പുണ്ട്, തിന്നാൻ വെക്കില്ല. അതുകൊണ്ട് അന്നവാനും ആയിക്കോട്ടെ അന്നാഥനും ആയിക്കോട്ടെ, അന്നത്തെ അധിക്കാനുള്ള കഴിവുള്ളവനും അധിക്കാനുള്ള അവസരമുള്ളവനും രണ്ടും കൂടെ ഒന്നിച്ചു വന്നാലേ പ്രയോജനമുള്ള. അന്നം അവിടെ ഇതെന്ന് വെച്ചിട്ട് പ്രയോജനമില്ല. കഴിക്കാനുള്ള കഴിവും അവസരവും അവിടെ ഉണ്ടായിരുന്നു വെച്ചിട്ടും കഴിവില്ല, പ്രയോജനമില്ല. രണ്ടും കൂടി ഒന്നിച്ചു വന്നാലേ അന്നമാകുന്നുള്ളൂ. അന്നം ഉണ്ടായിരിക്കണം, അന്നം തിന്നുന്നവനും വേണം. അന്നം തിന്നുന്നവനില്ലാത്ത അന്നമില്ല. അന്നമായിരിക്കണമെങ്കിൽ എന്ത് വേണം? തിന്നാനൊരുത്തൻ വേണം. തിന്നാനൊരുത്തനുണ്ട്, അന്നം ഇല്ലെന്ന് വെച്ചാലോ അതും രക്ഷയില്ല. അതുകൊണ്ട് അന്നവും അന്നാഥനും ഒന്നിച്ചു പോകും. നമ്മൾ ഡയലക്റ്റിക്സ് പറയുകയാണെങ്കിൽ ഇത് ഒന്ന് സബ്ജക്റ്റീവ് സൈഡ്, ഒന്ന് ഒബ്ജക്റ്റീവ് സൈഡ്. അന്നപാൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് സൈഡ്. അന്നാഥൻ എന്ന് പറയുന്നത് മറ്റേത് അന്നവാൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് സൈഡ്. അവൻ അന്നം ഉണ്ടോ കൈവശം ഉള്ളവനാണ്. അന്നാഥൻ എന്നത് തിന്നുന്നവനാണ്, അനുഭവിക്കുന്നവനാണ്. അത് ഉള്ളിലുള്ള അനുഭവം. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അന്നം ഒരു മൂല്യമായിട്ട് ജീവിതത്തിൽ വിലയുള്ളതായിട്ട് ചെയ്തു കൊണ്ടുപോകും. These days we were discussing about Ishavasya Upanishad. In one of the classes I tried my best to clarify what the meaning or significance of the second mantra in the Ishavasya Upanishad. I think, if I remember correctly, I took a whole class to clarify it. This morning our Lal, he is a regular student here. He came to me with a doubt. I find it very difficult to correlate the things that is stated in the second mantra of the Ishavasya Upanishad, and also to relate with the translation of it given by Narayana Guru. So it is not logical, and no reference to Karta is there. All these complaints were made to me. So I have tried my best to clarify it as I can do by making use of words. Beyond that I cannot do. So if someone feels he doesn't understand it, it may be because of my inability to convey it through words, or it perhaps be because of his inability to grasp it based on the logic he is familiar with. It is not the logic one is familiar with that is to be applied here. There are many kinds of yukti. Yukti means way of thinking or logical. It is not logical thinking alone, relating things in your thoughts. That is yukti. There are many ways in which things are related in your thought, and logical thinking is only one of them. So if you are always insist on relating principles or things by making use of logic alone, then you will find problems in your thinking, and you will find contradictory positions in
philosophy. So what I have to advise is, if you do not understand this, maybe it is because you are not having the tapas that you needed. Then in the Taittiriya Upanishad that was recited here today, the Guru, the disciple Bhrigu goes to his Guru and Father Bhrigu and requests him to teach him the secret of Brahman. And he gives a very few words, teaches him a very few words, only three lines. And after saying that much, he asks him, you go and do tapas and then thus know Brahman. Tapasa Brahma Vijijnasasva. By means of tapas you know Brahman. I am not going to teach you all the details. So he went to perform tapas and finally realized it. And that was also in many stages. So in the same way, if Lal doesn't understand the secret of Brahman or karma, secret of karma, with the help of my class, what I have to advise him is go and do tapas, make use of your tapas to understand the secret of karma. Karma is not something easy to understand. Gita says, Gahana karmano gati. The way of action is Gahana, is very, very deep to understand. So such a secret is not easily conveyable through words. To go and perform tapas, tapasa karma vijijnasasva, that is the advice I have to give. Go and perform tapas and thus know the secret of karma. And as a help to it, you can make use of the Karma Yoga, the 3rd chapter of the Bhagavad Gita, and of course you can add the last portion of the 18th chapter also to help you. That much is the answer I have to give about it. Now, the Sukhida was raising a doubt about the mantra that was recited here, Taittiriya Upanishad. What is the significance of Annavar Annado Bhavat? A person who has, so it is the last end part of the section in which it shows how Bhrigu realized attained his goal by performing tapas. And finally he realizes Ananda is Brahman. And then it says, so realizing this, you become Mahan, you become great, and you become endowed with the glow of Brahman wisdom, and you will be having all kinds of wealth, and you attain fame, and also at the end of it says you become Annavan Annado Bhavat. That means you will become a person who has enough to eat, Annavan, and also a person Annadoha. Annadaha means a person who eats food. So he has enough to eat, and he can eat food also. So these are the two sides we have to see in the context of Anna, food. Suppose food is there and you cannot eat, then that food is of no value. And suppose you are hungry and there is no food there, that hunger is there is no means of satisfying it. So there are two sides that have to come together in that context. That is a dialectical situation in which the Annavan, one who possesses
enough things to eat, so the objects to eat, he possesses it. And on the other side, the subjective side of one who is capable of eating. Suppose you are ill, incapable of eating, then there is no use of having food there. And if you are chronically ill, then having enough to eat is of no use. So you have to let you become a person who wants food and also one who is capable of eating. When these two come together, it is perfectly, it attains it highest value, it becomes a value in your life. Otherwise, it is not of any value. So these two together have to be understood in this context. So subjective side of becoming the eater, the enjoyer. On the other side, the object to be enjoyed. Both belongs to him. The capability of enjoying it and the object to be enjoyed, both are in his possession. And so in that context, he becomes a perfect yogi. In the context of eating food, he can become a yogi. That is indicated. All these suggestions are there. Then we come to the Ishavasa Upanishad proper. Yasmin sarvani bhodani atmaiva bhutvijanatah tatra ko moha kashokaha ഏകത്വമനുപശ്യതഃ. തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും, അന്നേതു മോഹം അന്നേതു ശോകം ഏകത്വദൃക്കിന്. ഇന്നലെ നമ്മൾ ഏകദേശം ഇതിനോട് സാമ്യമുള്ള ആയിട്ടാണ് എൻ്റെ മുമ്പിൽ വരുന്ന മന്ത്രത്തെ കണ്ടത്. പക്ഷേ അല്പം കൂടി വ്യത്യാസം. രണ്ടിലും ഒരു പ്രയോജനവശം രണ്ടിലും പറയുന്നു. ആദ്യത്തേതിൽ പറഞ്ഞ പ്രയോജനവശം എന്താണ്? ഒന്നിനെയും നിന്ദിക്കാൻ തോന്നുകയില്ല. അവനും തുള്ളു നിന്ദ്യമായി, അവനൊന്നും നിന്ദിക്കാൻ തോന്നുകയില്ലാത്തൊരു മനോഭാവം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രയോജനമായിട്ട്. ഇവിടുത്തെ പ്രയോജനമായിട്ട് കാണുന്നത് തത്രകോ മോഹ ശോക, അവൻ്റെ ജീവിതത്തിൽ ഒരു മോഹവും ശോകവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? യസ്മിൻ യസ്തു സർവാണി ഭൂതാനി ആത്മൈവാ ഭൂതവിജാനത, അല്ല, യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി, അല്ല, യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ജാത്മാനം തതോ ന വിജുഗുപ്സതി. അവിടെ സർവഭൂതങ്ങളെയും തന്നെ സർവഭൂതങ്ങളിലും കാണും. ആ ആത്മാവ് എന്ന് പറയുന്നതിന് രണ്ട് മാനങ്ങൾ നമ്മൾ നിലക്കാണ്. ഒന്ന് ഒരു പരമമായ സത്യം എന്നുള്ള നിലയിൽ നമ്മളതിനെ മനസ്സിലാക്കുന്ന മാനം, ഒന്ന് ഞാനായിട്ടതിനെ ഞാനായി കാണുന്ന ഭാവം, അനുഭവിച്ചറിയുന്ന ഭാവം. ഇത് രണ്ടും കൂടെ കണ്ടു. ഇതിലേതിനാണ് മുഖ്യത എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനൊക്കില്ല. അവിടെ ഒരു യോഗയുക്തതയുണ്ട്. രണ്ടിനെയും കൂടെ ഒന്നായിട്ട് കാണും. ഇവിടെ വരുമ്പോൾ കൂടുതൽ അത് മറ്റത് ഒരു വശത്ത് ആനുഭൂതികമാണെന്ന് പറയാം, ഞാനായിട്ട് കാണുമ്പോൾ അത് ആനുഭൂതികമാണെന്ന് പറയാം. ആത്മാവ് എന്ന സത്യത്തിൽ നിന്നും മന്യമല്ലാത്തതാണ് ഈ ലോകം എന്ന് കാണുമ്പോൾ നമുക്കതിനെ ഒരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, അരുണൊക്കെ പഠിക്കുന്ന കാലയിൽ പഠിക്കുന്ന മാതിരിയുള്ള ഒരു തിയറി പഠിച്ചു, വേദാന്ത തത്വം പഠിച്ചു. പക്ഷെ അതിനപ്പുറത്ത് പോയി ഞാനായിട്ടത് അനുഭവിച്ചറിയുന്നത് തത്വം അറിയാനല്ല, അതിനപ്പുറത്തുള്ളതാണ്. അത് ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള പരിവർത്തനങ്ങൾ, മൂല്യങ്ങൾ, അനുഭവങ്ങൾ അതിൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റിയെടുക്കുന്നതായിട്ട് അത് വരും. അന്നവാനന്ന മഹാൻ ഭവതി സപ്രജയാ പശുപർ ബ്രഹ്മവർച്ചസേന
ഇങ്ങനെയെല്ലാം ഉള്ള ആനന്ദ അനുഭവ തലങ്ങളെല്ലാം അവിടെ വരും. ഒരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലോ അവിടെ ഇതിനൊന്നും സാധനം ഇങ്ങനെ പ്രയോജനം ഉണ്ടാവും എന്ന് അതും കൂടെ ഒരു തിയറിയായിട്ട് മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് നേരിട്ടുള്ള അനുഭവമായി തീരുന്നില്ല. എന്നാൽ ഈ അടുത്ത മന്ത്രത്തിൽ വരുമ്പോൾ അത് കൂടുതൽ ആനുഭൂതികമായിട്ടുള്ള തലത്തിലേക്ക് വരും. നേരത്തെ കഴിഞ്ഞ മന്ത്രത്തിൽ ആത്മാവെന്നുള്ള 2 മാനം സങ്കല്പിക്കാമായിരുന്നെങ്കിൽ ഇവിടെ ഒരു മാനമേ സങ്കല്പിക്കാൻ നിവൃത്തിയുള്ളൂ. അത് ഞാൻ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഗുരു തർജ്ജമ ചെയ്യുമ്പോഴും തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നല്ലാതെ, ആത്മാവിൽ നിന്ന് അന്യമല്ലാതെ എന്നല്ല പറയും. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനത. ആ ആത്മാവിനെ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എങ്ങനെ അറിയുന്നു? ഞാനായി തീർന്നിരിക്കുന്നതായി അറിയുന്നു. ഏത് ഞാനായി തീർന്നിരിക്കുന്നു? സർവാണി ഭൂതാനി ആത്മയേവ അപ്പു. ഞാൻ തന്നെ ആയി തീർന്നിരിക്കുന്നു. സമസ്ത പ്രപഞ്ചവും ഞാൻ തന്നെയായി തീർന്നിരിക്കുന്ന അനുഭൂതിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരുവൻ്റെ അവസ്ഥയാണ്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും. തന്നിൽ നിന്ന് ഒരിക്കലും അന്യമല്ല ഇതെല്ലാം. നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള അനുഭൂതി തലത്തിലേക്ക് എന്ന് കാണുന്നു സർവവും. അന്ന് ഏത് മോഹം, അന്ന് ഏത് ശോകം. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാവുന്ന എല്ലാ മോഹങ്ങളും ശോകങ്ങളും. മോഹം എന്ന് പറഞ്ഞാൽ ഏത് സത്യം, ഏത് അസത്യം, ഏത് വേണ്ടത്, ഏത് വേണ്ടാത്തത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത തരത്തിൽ നമ്മുടെ മനസ്സ് കുഴങ്ങിപ്പോകുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് മോഹം എന്ന് പറയുന്നത്. മോഹിതനായി പോകും. ശോകം അറിയാം. എല്ലാ ശോകങ്ങൾക്കും കാരണം എന്താണ്? ശോകത്തിന് എല്ലാം കാരണം എന്താണ്? നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും പല പല സങ്കടങ്ങളുണ്ട്. എന്താ കാരണം? അത് അവൻ അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്. ഇങ്ങനെ ശോകങ്ങൾക്ക് എല്ലാം കാരണം എന്താണ്? മറ്റത് ഇതെന്ന് ശോകകാരണമായിട്ടുള്ള എല്ലാം വെളിയിലിരിക്കുന്നവയാണ്. അങ്ങനെ വെളിയിലിരിക്കുന്ന ശോകകാരണമായിരിക്കുന്ന സകലതിനെയും ആത്മൈവ അഭൂത് ഞാൻ തന്നെയായി കാണുമ്പോഴോ, ഞാൻ തന്നെയാണ് അതായിട്ടിരിക്കുന്നതെന്ന് കാണുമ്പോഴോ പിന്നെ മറ്റൊന്നില്ലാതെ വരുമ്പോൾ ശോകകാരണവുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തിയറിയൊക്കെ പറയാം. ഇവിടെ നിന്ന് കഥയിലേക്ക് ഇരുന്ന് അതെന്ന് പറയാനൊക്കെ കേൾക്കാം. നമ്മൾ സാധാരണ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഇതൊന്നും പറ്റില്ല എന്നൊക്കെ പറയാം. പക്ഷേ ന്യായം പറച്ചിലല്ല ആവശ്യം. ഇത് അനുഭവമായി ചെയ്യുക എന്നുള്ളത്. നിങ്ങളായിട്ട് ഈ സമസ്ത പ്രപഞ്ചത്തെയും കാണാനുള്ള ഉൾക്കാഴ്ച ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറയണം. അതിന് മുമ്പ് ഇത് പറയണം. എനിക്ക് ഏതാണ് ഇങ്ങനെയൊക്കെ പറയാമല്ലോ. നിങ്ങൾക്കും ഈ കാഴ്ചപ്പാട് ഉണ്ടായി കഴിയട്ടെ. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ശോകമെല്ലാം പോയി കഴിഞ്ഞോ ഇല്ലയെന്നുള്ളൂ. മറ്റത് ശോകം പോകും എന്നുള്ളത് ഏറെ പറയാം, ശോകം പോകില്ല. ഏറെ പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെയും ശോകം വരും. അതല്ല നമുക്ക് വേണ്ടത്. തത്ര മോഹ അശോകം. അതുകൊണ്ട് നമുക്ക് ഏറെ പറയുകയല്ല ആവശ്യം. പിന്നെയോ അത് നമ്മുടെ അനുഭവമായി തീരുക എന്ന് പറയും. അതുകൊണ്ട് വേദാന്ത തത്വപ്രകാരം എല്ലാറ്റിനെയും ആത്മാവായി കാണുമ്പോൾ ശോകമൊന്നുമില്ല എന്ന് പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കുന്നതല്ല നമുക്ക് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശോകങ്ങൾ സ്വയം ഇല്ലാതായി തീരുന്നതിന് അന്തിമമായിട്ടുള്ള ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? വേറൊരു വഴിയുമില്ല. ഏതാണ്? സകല ഭൂതജാലങ്ങളെയും തന്നിൽ നിന്ന് അന്യമല്ലാതെ താനായി കാണും. അപ്പോൾ ശോകകാരണമായിട്ട് നമ്മൾ കാണുന്നതൊക്കെ ശോകകാരണമല്ല, ഞാൻ തന്നെയാണ് എന്ന് പറയും. എനിക്ക് തന്നെ ശോകകാരണമായി തീരുകയാണെങ്കിൽ
പിന്നെ മനോരോഗം എന്നുള്ളതല്ലാതെ പ്രാന്തരീക്ഷത്തിലായിരിക്കും കൊണ്ടുപോയി. മനോരോഗികൾക്ക് മാത്രമാണ് എന്തുണ്ടാകുന്നത്? അവരവർ തന്നെ ശോകകാരണമായിരിക്കും. അല്ലാത്തവർക്കെല്ലാം ശോകകാരണമായിരിക്കുന്നത് മറ്റൊന്ന്. അതുകൊണ്ട് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞതിൽ നിന്നും അല്പം കൂടി ആനുഭൂതികമായിട്ടുള്ള തലത്തിൽ അതേ കാര്യം തന്നെ ശോകമോഹങ്ങൾക്കുള്ള ഒരു പരിഹാരമായി കൂടി അതിൻ്റെ ആ തലത്തിലുള്ള മൂല്യത്തെ കൂടി പ്രയോജനത്തെ കൂടി ഇവിടെ ഈ മന്ത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവ ഭൂത് വിജാനതഃ. In the case of that person who perceives all that has come into being in this world as himself, he perceives himself as inseparably one with the others, or everything that you consider as other is perceived by you as yourself. In the case of a person who has such a perception, yasmin sarvani bhutani atma eva abhu vijanata, he vijanata, he is well aware of what atma eva abhu, it has become himself, everything has become himself. In such a, when he is well aware of that reality in such a way, when it is asked tatra ko moha asvaga, then there is any room for your confusions in life? Where is the room for any suffering in life? So in the last mantra, we were dealing with another aspect of the same perception, but in a more general way. It was interpretable both as a kind of theory as well as an experience. When the word Atma is given the meaning, the all underlying reality, so then you think, everything is nothing but that one reality, and that reality itself is assuming the form of everything. Okay. Then another meaning dimension of the meaning of the word Atma is taken into consideration. Then that word means myself. Then the word means myself. Then I realize nothing exists apart from me, and everything exists. I exist in everything else, and everything exists in me also. That was the position that we saw in the previous mantra. Now, when we come to the next one, the fifth mantra, fifth or the sixth, the seventh mantra, that subjective side, experiential side, is alone considered here. In the case of a person who realizes everything as himself, so that is an experience. This is not something to be understood. There are people who study Vedanta for having a clear understanding of what the Vedantic theory is, theory of life is. It is one thing. But you becoming well aware of it, and so you can say it is the Atma, the one reality is appearing as everything. But that is much different from your experience. I am here manifesting as everything. That is an experiential side. So it is that experiential aspect that alone that becomes meaningful in this seventh mantra. And Narayana Guru's translation also gives much importance to that side. That is Nanyamellade Ennu Kanunnu Sarvavum. A person who sees that the word Atma also is not used by the Guru, but he says oneself. A person who sees nothing, who sees everything as himself indeed. He is indeed everything.